മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച 105 വീടുകളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിലായിരിക്കും നിർമ്മാണ ഉദ്ഘാടനങ്ങളൊക്കെ തന്നെ നടക്കുക. നമുക്കറിയാം, ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ ഒരു നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയായിരുന്നു. മുസ്ലിം ലീഗ് നമുക്കറിയാം, ഈ ദുരന്തം നടന്ന ആദ്യ മണിക്കൂർ മുതൽ തന്നെ ഏറ്റവും അധികം ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ അവരുടെ പുനരധിവാസ പ്രഖ്യാപനമൊക്കെ തന്നെ ഏറെ ചർച്ചയ്ക്കും വഴിവെച്ചിരുന്നു. ഇപ്പോൾ മേപ്പാടി പഞ്ചായത്തിലെ വെള്ളിത്തോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് 11 ഏക്കർ സ്ഥലം മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയും ഭവന നിർമ്മാണ പദ്ധതികൾക്ക് തുടക്കമിടുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ 1 വർഷമാവുകയാണ്. ഇപ്പോൾ വലിയ ആശ്വാസമാണ്. ഇപ്പോൾ ഈ ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. 2 മണിക്ക് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ ഒരു കാർമ്മികത്വം വഹിക്കും. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് നമ്മോടൊപ്പം ഏറെ ആശ്വാസമാണ് ദുരന്തബാധിതരെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, എല്ലാവർക്കും വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വയനാട് മുസ്ലിം ലീഗിന്റെ പുനരധിവാസ പദ്ധതി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച പദ്ധതിയാണ്. ആ പദ്ധതി നേരത്തെ നടത്താൻ ഞങ്ങളെല്ലാം ഒരുക്കങ്ങളും പൂർത്തിയായതാണ്. മഴ കാരണമാണ് പ്രവൃത്തി ആരംഭിക്കാൻ പോയത്. പക്ഷെ അത് പിന്നെ വിവാദങ്ങളിലേക്ക് പോയി. പക്ഷെ അത് അനാവശ്യമായ വിവാദങ്ങൾ മാത്രമായിരുന്നു. ഇനിയും ഇത് ദീർഘിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് മഴ മാറാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും കാത്തിരുന്നത്. എങ്കിലും ഇന്ന് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെല്ലാം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് വയനാട്ടിലെത്തുകയാണ്. 2 മണിക്ക് ഇതിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ്. അതിന്റെ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന അതാണ്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇനി ഞങ്ങൾ ഈ പ്രവൃത്തിയുമായിട്ട് ഇന്ന് പ്രവർത്തനം ആരംഭിച്ച് നാളെ തന്നെ ഇതിന്റെ അനുബന്ധമായ പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 1160 സ്ക്വയർ ഫീറ്റാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞത് 1000 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. ഇപ്പം അതിന്റെ പ്ലാനൊക്കെ വന്നപ്പം 1160 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 3 ബെഡ്റൂം ഉണ്ട്, അനുബന്ധ സൌകര്യങ്ങളുണ്ട്. പിന്നെ മേലെ ഒരു നിലയും കൂടി നിർമ്മിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ബലവത്തായ അടിത്തറയോട് കൂടിയിട്ടാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. എന്തായിരുന്നാലും ഇന്ന് നേതാക്കന്മാരെല്ലാവരും വന്ന് ഈ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ച് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ഇന്ന് മീഡിയാസിനെല്ലാം കാണും. അതുകൊണ്ട് മറ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നേതാക്കന്മാർ തന്നെ പറയുന്നതാണ്. അമൃത, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ ഉച്ചയ്ക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പി എം എസ് സലാം ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1100 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കുന്നത്. 8 സെന്റ് സ്ഥലമാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുക. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇവിടെ പുരോഗമിക്കുകയാണ്. അധികം വൈകാതെ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കി ദുരന്തബാധിതർക്ക് കൈമാറും എന്നുള്ളതാണ് ലീഗ് നേതാക്കൾ നമ്മോട് അറിയിക്കുന്നത്. എന്തായാലും ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ് ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം. ഈ ദുരന്തം നടന്ന് 1 വർഷമാകുമ്പോഴും അവരൊക്കെ ഇപ്പോഴും വാടക വീടുകളിൽ തന്നെ കഴിയുന്നവരാണ്. അപ്പോൾ ആ ഒരു പ്രയാസത്തെയൊക്കെ അതിജീവിക്കാൻ അവർക്ക് പുനരധിവാസം എത്രയും വേഗം പൂർത്തിയാക്കിയേ തീരൂ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്.